എല്ലാവർക്കും സുഖം തന്നെയല്ലേ. ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫിഷ് ഗ്രില്ലാണ്. നമ്മളത് മുരിങ്ങയിലയൊക്കെ വെച്ചിട്ടാണ് അത് തയ്യാറാക്കിയെടുക്കുന്നത്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 2 ഫിഷാണ് എടുത്തിരിക്കുന്നത്. ഏതെങ്കിലും നല്ല മാംസമുള്ള 2 ഫിഷ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ശരി ഹമ്മൂറൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ളതായിരിക്കും. ഞാൻ അതിന് വേണ്ടി കുറച്ച് വെജിറ്റബിൾസ് എടുക്കണം. ഞാനിവിടെ കുറച്ച് മുരിങ്ങയില എടുത്തിട്ടുണ്ട്, ഒരു 2 ക്യാരറ്റ്, ഒരു ക്യാപ്സിക്കം, കുറച്ച് സവാള. പിന്നെ നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കാം. ഇവിടെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ അറബിക് മസാല, 2 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് അറബിക് മസാല ഇല്ലാത്തവരാണെങ്കിൽ ഇതിൻ്റെ ഞാൻ കുറേ നാൾ മുമ്പ് അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, ഒന്ന് നോക്കിയാൽ മതി നിങ്ങൾ. ഇനി നമുക്ക് ഈ മസാല എല്ലാം ഈ ഫിഷിനകത്ത് നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കണം. എന്നിട്ട് ഒരു അരമണിക്കൂർ ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മസാല നന്നായിട്ട് എല്ലായിടത്തും എത്തക്ക രീതി നന്നായിട്ട് പുരട്ടി കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് മുരിങ്ങയില ഇത് ഇട്ട് കൊടുക്കാം. തിരിച്ചു മറിച്ച് ഇതിനകത്ത് മുരിങ്ങയില മൊത്തം ഇതിനകത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ ഫിഷ് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ ഏതെങ്കിലും നല്ല വെജിറ്റബിൾ ഓയിൽ എടുത്താൽ മതി. ഇനി ഒരു ഗ്രിൽ പാൻ എടുത്ത്, ഏത് പാൻ എടുത്താലും കുഴപ്പമില്ല, അതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഫിഷ് അതിനകത്ത് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ടോപ്പിലായിട്ട് വീണ്ടും കുറച്ച് മുരിങ്ങയിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒന്ന് എണ്ണയിലൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിലും ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. ഒരുപാട് അങ്ങ് കളർ ചേഞ്ച് ആവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അതിൻ്റെ ആ റോ ടേസ്റ്റ് അതൊന്നും മാറിയാൽ മതി. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫിഷ് ഗ്രില്ലാണ് കേട്ടോ. മുരിങ്ങയിലയൊക്കെ ചേർത്തിട്ട് മുരിങ്ങയിലയുടെ ഫ്ലേവറൊക്കെ അതിനകത്ത് കാണും. ഈ വെജിറ്റബിൾസിനകത്ത് കുറച്ച് ഉപ്പോട് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഫിഷ് വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അന്നേരവും ഇതിൻ്റെ ഫ്ലെയിം നല്ല ലോ ആയിരിക്കണം. കാരണം ഇതിനകത്ത് അധികം ഓയിലൊന്നും ചേർക്കാത്തത് കൊണ്ട് ഇത് പെട്ടെന്നാണ് ഇത് അടി പിടിക്കുന്നത്. പിന്നെ ഈ മുരിങ്ങയിലയും കൂടെ കിടക്കുന്നത് കൊണ്ട് അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം ഇത് ഗ്രില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ കാണണം. ഇനി ഒന്ന് അടച്ചു വെച്ചിട്ട് വീണ്ടും നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് നോക്കാം. നല്ല സോട്ടായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കാം. ഈ വെജിറ്റബിൾസ് നമ്മൾ കഴിക്കാൻ നേരത്ത് കുറച്ച് ലെമൺ ജ്യൂസ്, പെപ്പർ പൗഡറൊക്കെ ചേർത്ത് വേണം കഴിക്കാൻ. ഫിഷ് ഗ്രില്ല് നന്നായി വന്നിട്ടുണ്ട്. ഇത് കറുപ്പ് കണ്ടാലും പേടിക്കേണ്ട, മുരിങ്ങയിലയുടെ ആ കളർ ചേഞ്ച് ആണ്. അപ്പോൾ നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഫിഷ് ഗ്രില്ല് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്